നമ്മുടെ ബെഡ്റൂമിൽ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട ഒരു സാധനമാണ് നമ്മളെ ബെഡ്. അപ്പോൾ ബെഡിൻ്റെ സൈസ് അനുസരിച്ച് ഇപ്പോഴത്തെ ബെഡൊക്കെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്ത് വെയിലത്ത് കൊണ്ടിടാനോ വെള്ളം ഒഴിച്ച് കഴുകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്രമൊക്കെ ഒഴിച്ചതൊക്കെ അതിൽ വീണായിരിക്കും. അപ്പം നമുക്ക് കഴുകാതെയും വെയിലത്തിട്ട് ഉണക്കാതെയും നല്ലതായിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണേ എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കുക. അതിനുവേണ്ടി ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റമാണ് ബേക്കിംഗ് സോഡ. അതും ഇട്ടിട്ട് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കുക. നല്ല പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നതായാലും പഴയതായാലും കുഴപ്പമില്ല. നല്ലൊരു മണം കിട്ടും നമ്മളെ റൂമിന്. അതിനു വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബെഡിൽ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ മൂത്രമൊക്കെ വീണ ഭാഗം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അല്പം കൂടുതൽ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് വിതറിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ടിഷ്യൂ എന്താണ് നമ്മളെ കയ്യിലുള്ളത് അത് വെച്ച് ഇങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് വരികയും ചെയ്യും. ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. നല്ലൊരു സ്മെല്ലും നല്ല റൂമിന് നല്ലൊരു സുഗന്ധവും നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.